റിലേഷൻഷിപ്പ് അഡിക്ഷൻ മറ്റെല്ലാ അഡിക്ഷൻ പോലെ തന്നെ റിലേഷൻ അടിമത്വം ഉണ്ടാവാം. ചില സൗഹൃദ ബന്ധങ്ങൾ ഒരു തരത്തിൽ ഇമോഷണൽ ഡിപ്പെൻഡൻസിയിലേക്കോ സെക്ഷൽ ഡിപ്പെൻഡൻസിയിലേക്കോ ഒക്കെ എത്തിക്കാം. ഈ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ, അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം വ്യക്തികളുടെ ഒരു വിടവ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർ ഫോൺ വിളിക്കാതിരിക്കുമ്പോൾ, സംസാരിക്കാതെ നിൽക്കുമ്പോൾ, അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് തീവ്രമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാവും. സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത്തരം റിലേഷൻഷിപ്പ് ഡിപ്പെൻഡൻസി അഡിക്ഷൻ ഉണ്ടാവാം. ഈ അഡിക്ഷൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ ജീവിതം ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. നിലവിലുള്ള ജീവിതത്തിലും ജോലിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു ഡിപ്പെൻഡൻസി നമുക്കറിയാം. ചിലപ്പം ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കറിയാം ഈ റിലേഷൻഷിപ്പ് അവരുടെ ഇപ്പോൾ ഉള്ള കുടുംബ ബന്ധത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം, അവരുടെ ഫ്യൂച്ചറിന് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അഡിക്ഷനിലേക്ക് ആളുകൾ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, മദ്യപാനായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, മറ്റ് ലഹരി ആയിക്കോട്ടെ, ഇതൊക്കെ അപകടം പിടിച്ചതാണെന്ന് ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പോലെ തന്നെ ഇത്തരം സംഗതികളും അപകടം പിടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ കൃത്യമായിട്ട് ഒരു തെറാപ്പിയും സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ, ഒരു ദീർഘനാൾ ചികിത്സ ആവശ്യമായിരിക്കും. ചില പ്രത്യേകതരം വ്യക്തിത്വമുള്ള ആൾക്കാർ ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് ഡിപ്പെൻഡായി പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഈ റിലേഷൻഷിപ്പ് അഡിക്ഷൻ നമ്മൾ കാണുന്നത്.